ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഉച്ചക്കാ എന്തിച്ചോടെ കാണിക്കണേ? വീട്ടില് സ്ഥലം ഇല്ലാത്തോണ്ടാണ് എന്റെ വീട്ടിലൊന്ന് ഒരച്ച് തുപ്പണേ. ഇന്നലെ ഞാൻ ഇവിടെ ഇടുന്ന അപ്പൊ പോറത് ഇവിടെ ആയില്ലേ? എന്തുകൊണ്ട് തേക്കണേ? പൽപ്പൊടിയല്ലേ അല്ലേ? നല്ല ബെസ്റ്റ് പൊട്ടൻ. ചേട്ടൻ സഞ്ജു. ഇത് രാസനാദിപ്പൊടി കുളി കഴിഞ്ഞിട്ടേ ഇത് ഇങ്ങനെ നിറയില് തേക്കാനുള്ള. അപ്പൊ ഇത് പല്ലില് മാത്രല്ല തലയിൽ തേക്കാൻ പറ്റും. ശാസ്ത്രത്തിന്റെ ഓരോ വളർച്ച ഈ പൊടി കൊണ്ട് എന്തൊരു ഉപകാര. ആകെ ഉണ്ടെന്ന് എന്റെ അപ്പച്ചന്റെ മൂക്ക് പൊടി എടുത്ത് പല്ലേക്കാത്തത്. എടാ നിനക്ക് പേസ്റ്റ് കണ്ടായിരുന്നോ? ബാക്കിൽ പേസ്റ്റ് ഇരിക്കണ്ടായിരുന്നല്ലോ. എന്തിന് ഇത്ര വലിയ മാവുമാരല്ലേ ഫ്രണ്ടിലിരിക്കണേ? അതിന് രണ്ടല്ലേ എടുത്തിട്ട് തേച്ചോടാ എന്റെ പൊന്നു ചിഞ്ചോ. ഞാനൊരു സത്യം പറയട്ടെ, എന്റെ ബ്രഷ് അല്ലാണ്ട് എനിക്ക് പേസ്റ്റ് തേക്കാൻ പറ്റില്ല. അതൊക്കെ നിന്റെ തോന്നലടാ. ഒരു വട്ടം ഒന്ന് തേച്ച് കഴിഞ്ഞാൽ ശരിയാവും. അതൊക്കെ അവിടെ ഇരിക്കണ നീല ബ്രഷ് ആരിയേ? അതെന്റെ അതുകൊണ്ട് എനിക്ക് പറ്റില്ല, ഛർദ്ദിക്കാൻ വരും. ഞാൻ അതുകൊണ്ട് തേച്ചാ അമ്മച്ചി എനിക്ക് വിഷം തീട്ടി. ഇതെല്ലാം ഞാൻ തേച്ചപ്പോ ഒരു വഴുവഴുപ്പ്, ഒരു 410 ടേസ്റ്റും. സഞ്ജു കിടന്നേ സംഭവം സഞ്ജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അന്ന് എന്റെ കുടുംബത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഇത് എന്റെയും കൂടിയും കുടുംബ. ഇന്ന് സഞ്ജുവിന്റെ ബ്രഷ് എടുത്ത് പല്ലേച്ചു. നാളെ എന്റെ സോപ്പെടുത്ത് കുളിക്കില്ല എന്ന് ആര് കണ്ടു? പറഞ്ഞു വിട്ടപ്പനെ. അതെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ടേ ആ നീലപ്പെട്ടി ഇങ്ങനെ കുഞ്ഞ സോപ്പില്ലേ മഞ്ഞ, അത് മാത്രം എടുത്തിട്ടുള്ളോ? ചെറുതെടുത്താലും പ്രശ്നമാണോ? ഞാൻ ഷെഡി കഴുകിയിട്ടില്ല, അതിന്റെ മുകളിൽ ഇങ്ങനെ വെറുതെ വെച്ചിട്ടുള്ളോ? ഡ്രസ് കഴുകാനുള്ള വലിയ പറഞ്ഞ സോപ്പ് അവിടെ വെച്ചിട്ടുണ്ടല്ലോ. അവിടെ എന്റെ സോപ്പ് മാത്രമേ കിട്ടിയുള്ളൂ. ഈ മത്തങ്ങ അങ്ങോട്ട് പോയില്ലേ? ജോണപ്പാ, നീ അവനെ ചീത്ത പറയല്ലേ. നമുക്ക് വേറൊരു സോപ്പ് ഈ വൈശാന്റെ കടന്ന് വാങ്ങാം. നീ അവനെ കണ്ടില്ലേ? അവ ആകെ കിളി പോയിട്ടിരിക്കണ പ്രായത്തിന് പേടിച്ചിട്ടേ. രാസ്നാദി പുണ്ണിന്റെ പല്ലേക്കണ കണ്ട. അവനെ പ്രായതം പിടിക്കുന്ന വെച്ചിട്ട് എന്റെ കൂടെ വന്ന് കിടക്കണ. കുറച്ച് നാളെ കഴിയുമ്പോ പൊക്കോളൂ. അവന് പേടി മാറ്റാൻ വേണ്ടിട്ടേ ഞാനാണ് പുത്തമ്പള്ളി പെരുന്നാൾ കഴിഞ്ഞപ്പോ മാതാവിന്റെ ഒരു ഫ്ലക്സ് കയറി കൊടുത്തത്. ഇപ്പൊ അതും പുതച്ചട്ടൊക്കെ എടുക്കണവൻ. അവന് കുറ്റം പറയില്ലേ പാവ. എന്റെ കൂട്ടുകാരൻ അവന് വലിക്കമ്പനിയാ. ആ വടംവലി ഓണത്തിന്. ഞാൻ കാരണം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഞാൻ കണ്ടെന്നല്ല മനസ്സിലാക്കണം. ഇനി അവിടുന്ന് എന്ത് തന്നാലും ഞാൻ ഒന്നും കഴിക്കില്ല. ബീഫലോ പറഞ്ഞത് വെറുതെ പറ്റിച്ചിട്ട് വെക്കണേ.